ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. കൃഷ്ണായനം. കൃഷ്ണായനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കുബ്ജയുടെ പുണ്യം. ശ്രീകൃഷ്ണന്റെ കീർത്തി കാറ്റിനൊപ്പം ഉയർന്നു പരന്നു. യാദവരുടെ രക്ഷകനാണ് കേശവനെന്ന് എല്ലാവരും ഉറച്ചു. ഓരോ ഭവനത്തിലും ആ വാർത്തയെത്തി. യാദവരുടെ ഹൃദയം കുളിർത്തു. വേദന അനുഭവിച്ചിരുന്നവർ സന്തോഷിച്ചു. സന്തപിച്ചിരുന്നവർ മഞ്ഞുപോലെ തണുത്തു. കംസന്റെ അനുകൂലികൾക്ക് വാർത്ത വെള്ളിടിയായിട്ടാണ് അനുഭവപ്പെട്ടത്. കംസനു വേണ്ടി അവരെല്ലാം ഓരോ ഘോരകർമ്മങ്ങൾ അനുഷ്ഠിച്ചവരാണ്. ആ സംഭവങ്ങൾ മുന്നിൽ ജീവനിട്ട് ഉയർന്നപ്പോൾ അവർ ഭയന്നു. ഭയം ശക്തി കുറച്ചു. കംസന്റെ സുഹൃത്തുക്കൾ ഹൃദയം തകർന്നു വർത്തിച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും തെരുവിലൂടെ നടന്നു. ഹരിക്കും താലങ്കനും ചുറ്റും ജനം പെരുകി വന്നു. ഒരു കൂട്ടർ ആനന്ദത്തോടെ നടനം തുടങ്ങി. ശാന്തിയും ആഹ്ലാദവും നിറഞ്ഞു തുളുമ്പി. ആ യാത്രയിൽ കൃഷ്ണൻ സുദാമാവ് എന്ന മാലകെട്ടുകാരൻ്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു. കേശവനെ സുദാമാവ് കണ്ടിട്ടില്ല. കേശവനും അതെ. എങ്കിലും കൃഷ്ണൻ ആ ഭവനത്തിലേക്ക് നടന്നു കയറി. സുദാമാവ് ഒരു ദാമോദരപ്രിയനായിരുന്നു. ഗർഗാചാര്യൻ്റെ തിരുമുമ്പിൽ നിന്നും ഹരിയെക്കുറിച്ച് അറിഞ്ഞ് ആ യാദവ രക്ഷകനെ മനസ്സിൽ ചിന്തിച്ച് നടക്കുകയായിരുന്നു ആ മാലക്കാരൻ. അവൻ്റെ ഭക്തിയെക്കുറിച്ചും ചിത് സ്വരൂപത്തിന് അറിയാമായിരുന്നു. ശ്രീകൃഷ്ണനും ബലരാമനും ഭവനത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ അർഘ്യപാദ്യങ്ങളോടെ കുടുംബനാഥൻ അവരെ എതിരേറ്റു. ആദരപൂർവം കാലു കഴുകി തുടച്ച് അകത്തേക്ക് ആനയിച്ചു. ഉചിതമായ പീഠം നൽകിയിരുത്തി. ആഗതരെക്കുറിച്ച് സുദാമാവ് ഒന്നും ചോദിച്ചില്ല. സൗരഭ്യമേറിയതും മുല്ലയും പിച്ചിയും താമരയും കൂട്ടിക്കലർത്തിയതുമായ 2 മനോഹര ഹാരങ്ങൾ രാമകൃഷ്ണന്മാരുടെ കഴുത്തിൽ അർപ്പിച്ചു പൂജിച്ചു. ശ്രീകൃഷ്ണൻ ചോദിച്ചു, സുദാമാവേ, ഞങ്ങൾ ആരെന്ന് കരുതിയാണ് താങ്കൾ ആദരവും ഭക്തിയും കാണിക്കുന്നത്? സുദാമാവ് പറഞ്ഞു, ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. 2 ദിവസം മുമ്പ് ഗർഗാചാര്യൻ സന്ദർഭവശാൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. വൃന്ദാവനത്തിൽ വളരുന്ന ഭൂപാലകനായ കൃഷ്ണനും ജ്യേഷ്ഠനും ഇവിടെ വരുവാൻ ഇടയുണ്ട് എന്ന്. ആ ബാലന്മാർ നിങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നി. സൂര്യപ്രകാശം ഇരുട്ടിൽ വീഴുമ്പോൾ തെളിയുന്നു. ചന്ദ്രിക കാർമേഘത്തിൽ പതിച്ചാലും രശ്മിയുടെ ശോഭയ്ക്ക് കുറവില്ലല്ലോ. നിങ്ങളുടെ തേജസ്സിനെ മങ്ങലേൽപ്പിക്കുവാൻ ആർക്ക് കഴിയും? നിങ്ങൾ ആരാണെന്നും സഞ്ചാരത്തിൻ്റെ ലക്ഷ്യമെന്തെന്നും അടിയനറിയാം. അതുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, താങ്കൾ നേർവഴിക്ക് തന്നെയാണ്. എൻ്റെ പേരാണ് കൃഷ്ണൻ. ഗൗരവവർണ്ണനായ ഇദ്ദേഹമാണ് ബലരാമൻ. താങ്കളുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. അഭിമതം പറയൂ, എന്തു വേണമെങ്കിലും സാധിച്ചു തരാം. സുദാമാവ് തൊഴുതുകൊണ്ട് പറഞ്ഞു, അടിയന് ഒരു പ്രത്യേക ആനുകൂല്യവും വേണ്ട. അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. സന്തുഷ്ടനായ ഹരി സകലവിധ ഐശ്വര്യവും സുദാമാവിന് നൽകി. ഭവനത്തിന് പുറത്തിറങ്ങിയ അവർ തെരുവിലൂടെ യാത്ര തുടർന്നു. ആ സമയമായപ്പോഴേക്കും അവർക്ക് പിന്നിൽ ജനസമുദ്രം തന്നെയായി. ആനന്ദചിത്തനായി ശ്രീകൃഷ്ണൻ യാത്ര തുടർന്നു. തെരുവിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഭവനങ്ങളിൽ നിന്നും ജനങ്ങൾ കുതിച്ചെത്തി. അവരെല്ലാം ജനക്കൂട്ടത്തിന് വലിപ്പം നൽകിക്കൊണ്ടിരുന്നു. കംസന്റെ കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ എതിരെ ഒരു രൂപം വരുന്നത് കണ്ണൻ ശ്രദ്ധിച്ചു. സുന്ദരിയാണെങ്കിലും മുതുക് കൂനി മൂക്ക് മുട്ടോട് തൊട്ട ഒരു യുവതിയാണ് എതിരെ വന്നത്. അവളുടെ കരത്തിൽ ഒരു വെള്ളിപ്പാത്രം നിറയെ സുഗന്ധപൂർണമായ കുറിക്കൂട്ടായിരുന്നു. അവൾ മധുസൂദനന്റെ നികടത്തിലെത്തി. കൃഷ്ണൻ ചോദിച്ചു, സുന്ദരി, നീ ആരാണ്? എന്താണ് നിന്റെ നാമം? മനോരഞ്ജകവും സുഗന്ധപൂർണവുമായ ഈ അംഗരാഗം നീ എവിടെ കൊണ്ടുപോകുന്നു? ഹൃദയഹാരിയായ ഈ കുറിക്കൂട്ടണിയുവാൻ മന്നിടത്തിൽ ആർക്കാണ് ഭാഗ്യം കൈവന്നിരിക്കുന്നത്? അല്പം കുറിക്കൂട്ട് ഇതിൽ നിന്നും എനിക്ക് തരുമോ?
ശാന്തഹൃദയെ, എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ? കേശവന്റെ വാക്കുകൾ കേട്ട് വ്രീളാവിവശയായി അവൾ നിന്നു. എന്തു പറയണമെന്നറിയാതെ പരുങ്ങി. നാണം കിനിയുമാർ അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് അവൾ പറഞ്ഞു, എൻ്റെ പേര് ത്രിവിക്ര എന്നാണ്. കുബ്ജ എന്നും വിളിക്കും. ഗോപകുമാര, ഞാനൊരു സൈരന്ധ്രിയാണ്. മുതുകിൽ കൂനുള്ളതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കുകയില്ല. ജോലികളൊന്നും ചെയ്യുവാൻ എനിക്ക് കഴിവുമില്ല. കംസരാജാവിന് കുറിക്കൂട്ടുണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ കർമ്മം. മധുരേശന് എൻ്റെ അംഗരാഗം ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പക്ഷേ സുന്ദരമൂർത്തിയും യാദവകുല രക്ഷകനും കാമിനിമാർക്ക് പ്രിയങ്കരനുമായ അങ്ങ് ചോദിച്ചാൽ കുബ്ജ അംഗരാഗം തരാതിരിക്കുമോ? ഇന്ദ്രനീല നിറമുള്ള ആ കളേബരത്തിന് അഴകേറ്റും ഈ അംഗരാഗം. ആവശ്യം പോലെ അണിഞ്ഞുകൊള്ളൂ. രാജാവ് എതിർത്താലും എനിക്കൊന്നുമില്ല. യഥാർത്ഥത്തിൽ എൻ്റെ കുറിക്കൂട്ട് അണിയേണ്ടവർ അണിയുന്നത് ഇന്നാണ്. ആഹ്ലാദകരമാണ് എനിക്ക് ഈ മുഹൂർത്തം. ഇങ്ങനെ പറഞ്ഞ കുബ്ജ കുവലയ നയനൻ്റെ കുളിർമയുള്ള കരതലത്തിലേക്ക് വെള്ളിപ്പാത്രം വെച്ചു കൊടുത്തു. അതോടെ കുബ്ജയുടെ അന്തരംഗത്തിൽ അനങ്കൻ വില്ലൊടിച്ചു. കാമത്തിൻ്റെ തപ്തകരം ഉണർന്നു. അവൾ പോലും അറിയാതെ രോമങ്ങൾ ചീർത്തു. ഇതുവരെ ഇല്ലാത്ത ഒരനുഭവത്തിൻ്റെ അന്തരംഗ ചലനം അവൾക്കുണ്ടായി. തൻ്റെ മുൻപിൽ കാമകോമളനായ ഒരു യുവാവ് നിൽക്കുന്നത് പോലെ കുബ്ജയ്ക്ക് തോന്നി. സൗമ്യഗന്ധമുള്ള ആ അംഗരാഗം കൃഷ്ണൻ അല്പം ബലരാമന് നൽകി. ബാക്കി സ്വന്തം ശരീരത്തിൽ പൂശി. സുഗന്ധത്തിൻ്റെ സുഗതമായ അവസ്ഥ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു. ഭക്തിയോടുകൂടി യാതൊരു എതിർപ്പും പറയാതെ അംഗരാഗം നൽകിയ ആ ഭക്തയെ അപ്പോൾ തന്നെ അനുഗ്രഹിക്കണമെന്ന് കൃഷ്ണൻ കരുതി. നിർനിമേഷരായി വമ്പിച്ച ജനക്കൂട്ടം നിശബ്ദരായി നിൽക്കുകയാണ്. അനുകമ്പാർദ്രനായ ഹരി മെല്ലെ അവളുടെ അരികിലേക്ക് നടന്നു. സുന്ദരിയായ അവളുടെ പാദങ്ങളിൽ കേശവൻ തൻ്റെ പാദം ചവിട്ടി ഉറപ്പിച്ച് ദക്ഷിണഹസ്തം അവളുടെ ശിരസിൻ്റെ പുറകിലും വാമഹസ്തം താടിക്കുഴിക്ക് താഴെയും ബലമായി പിടിച്ചുകൊണ്ട് വക്രഗാത്രം മുകളിലേക്ക് വലിച്ചു നീട്ടി. കൂനുള്ള ഭാഗത്ത് അപരപാദം കൊണ്ട് ബലമായ ഒരു തട്ടും കൊടുത്തു. അതോടുകൂടി കുബ്ജയുടെ കൂന് നിവർന്ന് അവൾ സുന്ദരഗാത്രിയായി. സുന്ദരിയായ കുബ്ജയുടെ അന്തരംഗത്തിൽ മുളച്ചു വന്ന ചിന്തകൾ എന്തായിരിക്കും? തൻ്റെ ഗാത്രവക്രത്വം അവസാനിപ്പിച്ചതിനാലുണ്ടായ ആനന്ദാനുഭൂതിയോടുകൂടി ആ അങ്കനമണി അനംഗസുന്ദരനായ അരവിന്ദാക്ഷൻ്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല. ഗുരുമുഖത്ത് നിന്ന് ഞാനൊന്നും പഠിച്ചിട്ടില്ല. എങ്കിലും ദൈവരൂപിയാണ് അങ്ങെന്ന് ഞാൻ കരുതുന്നു. അടിയൻ്റെ ഉള്ളിൽ തിര പോലെ കവിയുന്ന വികാരം എന്താണ്? ഭയമോ അതോ ഭക്തിയോ? ഇത് രണ്ടുമല്ലാത്ത പ്രേമമാണോ? എനിക്കറിയില്ല. ഇത്തരമൊരു വികാരവും എനിക്കില്ല. കുബ്ജയ്ക്ക് ഒന്നും ആഗ്രഹിക്കുവാനില്ലായിരുന്നു. അവളെ ആരും സ്നേഹിക്കുക പോലുമില്ലല്ലോ. മൂക്ക് മുട്ടോടിടിഞ്ഞിരിക്കുന്ന എനിക്ക് ആരാണ് വിവാഹത്തിന് വരുന്നത്? ലോലമായ ആശകളെല്ലാം ഒതുക്കിയാണ് ഞാൻ പുലർന്നത്. എന്നാൽ ഇപ്പോൾ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത രൂപസൗഭാഗ്യമാണ് എനിക്കങ്ങ് തന്നത്. എൻ്റെ ഭവനത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിക്കണം. ഒരു സൈരന്ധ്രിയായി എന്നെ ഗണിക്കരുത്. അങ്ങ് തീർച്ചയായും വരണം. പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കിടക്കുന്ന കേഴമാൻ കണ്ണിയെ കേശവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്നേഹപൂർവം അവളോട് പറഞ്ഞു, ഭവതി ഇന്ന് ഭവനത്തിലേക്ക് പോയിക്കൊള്ളൂ. ഒരു ദിവസം ഞാൻ നിന്റെ ആതിഥ്യം സ്വീകരിക്കാം. നിർമ്മലരൂപന്റെ വാക്കുകൾ കേട്ട് അവൾ സ്വഗൃഹത്തിലേക്ക് നടന്നു. കുബ്ജയുടെ രൂപമാറ്റം കണ്ട് അതിശയിച്ചു നിന്ന ജനങ്ങൾ പെട്ടെന്ന് തിരമാല പോലെ ഇളകി. ഈ അത്ഭുത സംഭവം അവരിൽ ഭയവും ഭക്തിയും ജനിപ്പിച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും മുന്നോട്ട് നടന്നു. രാജപഥത്തിൽ ധനാഢ്യരായ വണിക്കുകളെ അവർ കണ്ടു. പുഷ്പതാംബൂല പക്വഫലങ്ങളാൽ അവർ ഹരിയെ പൂജിച്ചു. മനോഹരമായ ഒരു പീഠത്തിൽ രാമകൃഷ്ണന്മാരെ ഉപവിഷ്ടരാക്കി വൈശ്യന്മാർ കേശവനോട് പറഞ്ഞു, പ്രഭോ, ഈ രാജ്യം അങ്ങയുടേതാകുമ്പോൾ അടിയങ്ങളെ ഓർമ്മിക്കണം. കേശവൻ പുഞ്ചിരിച്ചു. വണിക്കുകൾ തന്നെ പൂജിച്ചതെന്തിനെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഭൗതികത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നവർ കാണിക്കുന്ന ഒരു രാജതന്ത്രമാണിത്. ദാമോദരൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു,
വണിക് ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം. എന്താണത്? പറയുകയേ വേണ്ടൂ, ഇപ്പോൾ തന്നെ ആവാം. വണിക്കുകൾ തിക്കിത്തിരക്കി മുന്നിൽ കയറി. സ്വർണ്ണാഭരണങ്ങളോ മനോഹര കളേബരങ്ങളിൽ ചാർത്തുവാനുള്ള പട്ടാമ്പരങ്ങളോ ആയിരിക്കും മാധവൻ ചോദിക്കുന്നതെന്നേ അവർ കരുതിയുള്ളൂ. പക്ഷെ കേശവൻ ചോദിച്ചത് ഇതാണ്: കംസന്റെ വൈഷ്ണവചാപം എവിടെയാണ് വെച്ചിരിക്കുന്നത്? അത് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മധുരേശനോടുള്ള ഭയം കാരണം വണിക്കുകൾ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഹരിയുടെ കൂടെ കൂടിയിരുന്ന മധുരാപുരിയിലെ ബാലന്മാർ വിളിച്ചു പറഞ്ഞു: കൃഷ്ണ, വരൂ, ആ പെരും വില്ലിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം. നീ ആ വില്ലെടുത്ത് ഒടിക്കണം. നല്ല രസമായിരിക്കും അത് കാണുവാൻ. ഇവർക്കെല്ലാം രാജാവിനെ പേടിയാ. നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ആ വില്ല് പൂജയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം. നീ വന്നാൽ മതി. ബാലഗോപാലനും ബാലന്മാരും വേഗത്തിൽ നടന്നു. കാണികൾക്ക് ഉത്സവമായി. ഉത്സാഹമേറി അവർ കൃഷ്ണനൊപ്പം കൂടി. ഈ ബാലൻ അസാധാരണനാണ്, കംസനെ കൊല്ലുവാൻ കഴിവുള്ളവൻ. ഈ ധാരണ ജനങ്ങളിൽ പരന്നു. വൃന്ദാവനത്തിൽ നിന്നും വന്ന ഗോപന്മാർ ജനങ്ങൾക്കിടയിൽ ഈ വാർത്തയ്ക്ക് പ്രചാരം നൽകി. എങ്ങനെ പറയണമെന്ന് കൃഷ്ണൻ നേരത്തെ അവരെ ധരിപ്പിച്ചിരുന്നു. ഗോപാലന്മാർ ജനങ്ങൾക്കിടയിൽ വിശ്വാസം വരുത്തുമാറ് വാർത്തയ്ക്ക് ശക്തി നൽകി. ബാലന്മാർ കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ രാമനും കൃഷ്ണനും യാഗശാലയിലെത്തി. മനോഹരമായ യാഗശാല. ദീപങ്ങൾ കൊണ്ട് ശോഭിക്കുന്ന ശാലയുടെ മധ്യത്താണ് വൈഷ്ണവചാപം വെച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ട് ചിത്രവേലകൾ ചെയ്ത വില്ല് കമനീയമാക്കിയിരിക്കുന്നു. രത്നങ്ങൾ പതിച്ചിരിക്കുന്നതിനാൽ പ്രകാശമാനമാണ്. പുഷ്യരാഗവും ഇന്ദ്രനീലവും മരതകവുമാണ് ഏറെ പതിച്ചിരിക്കുന്നത്. ഇരുകോണിലും ധാരാളം കുടമണികൾ തൂക്കിയിരിക്കുന്നു. അഷ്ടധാതുക്കൾ കൊണ്ടാണ് ചാപം തീർത്തിരിക്കുന്നത്. മനോഹരവും വലിപ്പമുള്ളതുമായ ആ ചാപം എടുത്തു മാറ്റുന്നത് ബലവാന്മാരായ 5000 ഭടന്മാർ ചേർന്നാണ്. വില്ലിനു ചുറ്റും ആയുധപാണികളായ സൈന്യങ്ങൾ കാവൽ നിൽക്കുന്നുണ്ട്. യാഗശാലയുടെ ഒരു ഭാഗത്ത് ഋത്തിക്കുകൾ പൂജ നടത്തുന്നു. അഹങ്കാരികളും മതോന്മത്തരുമായ അവർ ഹരിയെ കണ്ടതായി ഭാവിച്ചതുപോലുമില്ല. അവരുടെ ദൃഷ്ടിയിൽ ദാമോദരൻ കേവലനാണ്, വെറുമൊരു ഇടയച്ചെറുക്കൻ. കാലിക്കാലിൽ തടവിയ പൊടി ചാർത്തുകൊണ്ട് ശോഭിക്കുന്ന ഒരുവൻ. അവനെ ആര് ബഹുമാനിക്കും? ഈ ചിന്തയോടെ അവർ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. കൃഷ്ണൻ യാഗശാലയിൽ കടന്നു. രാമനും കേശവനും ഒപ്പം വന്ന ജനങ്ങളെ അകലെ നിർത്തിയിട്ട് മുമ്പോട്ട് നടന്നു. ബാലന്മാർ വിളിച്ചു പറഞ്ഞു: കൃഷ്ണ, സാഹസമരുത്, വില്ലിൽ തൊടരുത്. ഈ വില്ലൊന്ന് അനക്കണമെങ്കിൽ 5000 ഭടന്മാർ വേണം. ഒരാൾ വില്ലിൽ തൊട്ടാൽ മതി, അത് മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ ഇവരുമായി യുദ്ധം ചെയ്യണം. അത് മധുരേശനുമായുള്ള പോരായി മാറും. അത്തരം കാര്യങ്ങൾക്കൊന്നും മുതിരേണ്ട, ഇങ്ങു പോരൂ. മുതിർന്നവർ പറഞ്ഞു: വില്ലിൽ തൊടുന്നത് കുട്ടിക്കളിയല്ല, ഒരു രചകനെ കൊല്ലുന്നതല്ല ഇത്. മാറിപ്പോരുന്നതാണ് നല്ലത്. ചാപത്തിൻ്റെ സമീപത്തേക്ക് നടക്കുന്ന മാധവൻ പതുക്കെ തിരിഞ്ഞു. അഭൗമമായ ഒരു കാന്തിപ്രസരം യാഗശാലയിൽ തങ്ങി നിൽക്കുന്നതായി എല്ലാവർക്കും അനുഭവപ്പെട്ടു. യഥാർത്ഥത്തിൽ സ്തബ്ധരായി നിൽക്കുകയാണ് ജനക്കൂട്ടം. മാധവന് ചുറ്റും ഇന്ദ്രനീല തേജസ് പൂർണ്ണമായി നിൽക്കുന്നതായി അവർ മനസ്സിലാക്കി. ദുന്ദുഭിയുടെയും ശംഖിൻ്റെയും ശബ്ദം മുഴങ്ങുന്നു. കിരീടം ധരിച്ച് വിവിധ ആയുധങ്ങൾ കരത്തിലേന്തി ശോഭിക്കുന്ന ഹരിയായി തന്നെ ബാലനെ എല്ലാവരും ദർശിച്ചു. എന്നാൽ കംസന്റെ കാവൽക്കാർക്ക് കൃഷ്ണൻ വെറും ബാലനായി തന്നെ തോന്നി. ആയതലോചനൻ ആയതമായ ചാപം നോക്കി നിന്നപ്പോൾ അവർ പുച്ഛിച്ച് ചിരിച്ചു. ഈ കാലിച്ചെറുക്കൻ ചാപം കണ്ടിട്ടുപോലുമില്ലെന്ന അർത്ഥത്തിലാണ് അവർ ചിരിച്ചത്. മാധവൻ വൈഷ്ണവചാപത്തിൻ്റെ മധ്യത്തു നിന്നു. ബൃഹത്തും മഹത്തുമായ വില്ല് ഇടതു കൈകൊണ്ടെടുത്ത് കുത്തി നിവർത്തി. വലതുകരം കൊണ്ട് ഞാൻ ബന്ധിച്ചു. ആന കരിമ്പിൻ തണ്ടൊടിക്കുന്നത് പോലെ ശ്രീകൃഷ്ണൻ ചാപം വലിച്ചൊടിച്ചു. വില്ല് മുറിഞ്ഞ ഒച്ച കേട്ട് പുരവാസികൾ നടുങ്ങി. മധുരയിലെ ഭൂമി കുലുങ്ങിയോ? വൃന്ദാവനത്തിലെ ഗോവർദ്ധനം പൊട്ടിച്ചിതറിയോ? നീലാകാശം ഇടിഞ്ഞിറങ്ങിയോ? മേഘങ്ങൾ കൂട്ടിമുട്ടി അഗ്നിമല താണുവന്ന് പൊട്ടിപ്പിളർന്നതാണോ? എന്താണെന്നറിയാതെ ജനങ്ങൾ നെട്ടോട്ടമായി. യാഗശാലയിൽ നിന്നവരുടെ ശ്രവണശക്തി കുറേ നേരത്തേക്ക് നഷ്ടപ്പെട്ടു. അവർ പരസ്പരം പറഞ്ഞതൊന്നും ആരും ശ്രവിച്ചില്ല.
ചുണ്ടുകൾ അനങ്ങുന്നത് മാത്രം എല്ലാവരും കണ്ടു. എന്താണെന്നറിയാതെ ജനങ്ങൾ യാഗശാലയിലേക്ക് തിക്കിത്തിരക്കി. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.